ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ ആം അക്ഷയ and I am Samina. സോ ഗായ്സ്, ഞങ്ങൾ 1 വീക്ക് ആയിട്ടുള്ള യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് പോയി കണ്ടിട്ട് വരിക. ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് വീഡിയോസ്. പിന്നെ ഞങ്ങളുടെ വീഡിയോസിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്ത് തരാം. പിന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗായ്സ്, ഇന്നത്തെ ടോപ്പിക് എന്തെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായി മൊത്തത്തിൽ റൂമേഴ്സും തരംഗം സൃഷ്ടിച്ചൊരു ടോപ്പിക്കാണ്. അതായത് ഇറ്റ്സ് ഓൾ അബൌട്ട് കടൽ രാക്ഷസൻ എന്നറിയപ്പെടുന്ന ലെവിയത്താനെ കുറിച്ചാണ്. അതെ, സോ നമ്മൾ ഈ ചാനലിൽ മുഴുവൻ ലേവിയത്താൻ എന്താണെന്നും ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ദ വേൾഡ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ട്രൈ ടു വാച്ച് ദ വീഡിയോ ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പം എന്താണ് ഈ ലെവിയത്താൻ? അതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. പല റിലീജിയസ് കോൺസെപ്റ്റിലും പറയപ്പെടുന്ന ഒരു അൺഫോൾഡ് ആയിട്ടുള്ള മിസ്റ്ററിയാണ് ഈ ലെവിയത്താൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സീയുടെ ഏറ്റവും ഡാർക്കസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് സൈഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്രിയേച്ചറാണ് ഈ ലെവിയത്താൻ. അപ്പം പല ആസ് പെർ സോ മെനി റിലീജിയസ് കോൺസെപ്റ്റ് നമ്മുടെ ലോകം അവസാനിക്കുന്ന സമയത്ത് ഈ സ്നേക്കിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ഈ ഒരു ക്രിയേച്ചർ വന്നിട്ട് സുനാമി ആയിട്ടും പ്രളയമായിട്ടും ഭൂമി മുഴുവൻ നശിപ്പിക്കുമെന്നാണ് കുറെ റിലീജിയസ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് പറയുന്നത്. സോ ഗൈസ്, കുറെ രാജ്യങ്ങളിൽ ഇപ്പൊ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് കുറെ രാജ്യങ്ങളിൽ ഈ ഡീപ് സീയിൽ കിടക്കുന്ന പല മത്സ്യങ്ങളും പുറത്തേക്ക് വന്നു തുടങ്ങി. അത് പല രാജ്യങ്ങളിലും ഓരോ ഭാഗത്ത് ബീച്ചുകളിലൊക്കെ അത് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ വീഡിയോസും ക്ലിപ്സൊക്കെ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടു കാണും. സോ അതായത് അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ റൂമർ ഇറക്കുന്നത്. അതായത് റിലീജിയസ് പരമായി ബൈബിളിലൊക്കെ എഴുതിയിട്ടുണ്ട്, ലോകം അവസാനിക്കുന്ന മുന്നേ ഒരു മത്സ്യം, അതായത് രാക്ഷസൻ എന്നറിയപ്പെടുന്ന കടൽ രാക്ഷസൻ എന്നറിയപ്പെടുന്ന ലെവിയത്താൻ പുറത്തു വരുന്നു. അത് സത്യമാണോ കള്ളമാണോ നമുക്കറിയില്ല. സോ ഗൈസ്, അപ്പം ഒരു റിലീജിയസ് കോൺസെപ്റ്റ് ബേസ് ചെയ്ത് ഇതിനെ പറ്റിയിട്ട് ഒരു സ്റ്റോറി ഉണ്ട്. അത് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം ദൈവം ലോകത്ത് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേച്ചറിനെ സൃഷ്ടിച്ച്, അതായത് പാമ്പിന്റെ ഒക്കെ ഒരു ഭയങ്കര അൾട്ടിമേറ്റ് ഒരു വേർഷൻ, ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര പവർഫുൾ ആണ്, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും എൻറ്റയർ വേൾഡ് നശിപ്പിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ക്രിയേച്ചറാണത്. അപ്പം അതിൻ്റെ ഒരു മെയിൽ വേർഷന് ഒരു കമ്പാനിയൻ ആയിട്ട് ഒരു ഫീമെയിൽ വേർഷനെ സൃഷ്ടിക്കുന്നു. ആൻഡ് ഗോഡിന് തന്നെ മനസ്സിലാവുന്നു അതിൻ്റെ ഒരു എൻറ്റയർ തലമുറ ലോകം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്ന്. അങ്ങനെ ഇതിലെ ഫീമെയിൽ വേർഷനെ ഗോഡ് തന്നെ ഡീസ്ട്രോയ് ചെയ്യുകയാണ്. അങ്ങനെ അതിന്റെ മെയിൽ വേർഷൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്നും ലോകം അവസാനിക്കുന്ന സമയത്ത് അത് നന്മയും തിന്മയും ചെയ്യുന്ന ആൾക്കാരെ ആ ഒരു വേർതിരിവിൽ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇൻ ദി എൻഡ് ഓഫ് ദ വേൾഡ് വരും എന്നാണ് പറയപ്പെടുന്നത് ഒരു റിലീജിയസ് കോൺസെപ്റ്റ് അനുസരിച്ച്. സോ ഗൈസ്, അപ്പം ഈ ഒരു ലെവിയത്താൻ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ചയാവുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമിയുടെ ഒരു സൈഡിൽ നിന്ന് കടലിന്റെ 6500 അടി താഴ്ചയിൽ ജീവിക്കുന്ന ആംഗ്ലർ ഫിഷ് എന്ന് പറയപ്പെടുന്ന ഒരു ക്രിയേച്ചറിന്റെ എക്സിസ്റ്റൻസ് ഭൂമിയിൽ മനുഷ്യർ കാണാണ്. അതായത് ഒരു ലൈഫ് ടൈമിൽ അത് സൺലൈറ്റ് കാണാറില്ല. അതുപോലെ തന്നെ മറ്റുള്ള മത്സ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പം അതിന് സ്വന്തമായി തിളങ്ങാനുള്ള എബിലിറ്റിയും അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ളൊരു. സോ ഗായ്സ്, ഇതേപോലെ കുറച്ച് ദിവസം മുന്നേ സോഷ്യൽ മീഡിയയിൽ വൈറലായ വേറൊരു മത്സ്യത്തെ കുറിച്ചാണ് പറയാൻ പോണത്. അതായത് ഡൂം സ്റ്റേ ഫിഷ്. കുറച്ച് ദിവസം മുന്നേ മെക്സിക്കൻ ബീച്ചിൽ ഈ ഫിഷിനെ കാണപ്പെട്ടിരിക്കുന്നു. അതായത് 100 to 1000 അടി താഴ്ചയുള്ള ഉൾക്കടലിൽ മാത്രം കാണപ്പെടുന്ന ഡൂം സ്റ്റേ ഫിഷ് പുറത്തു വന്നിരിക്കുന്നത് മെക്സിക്കൻ ബീച്ചിലാണ് കണ്ടത്. സോ അത് വരാൻ കാരണം എന്താണ് നമുക്ക് ഇപ്പോഴും സൂചന കിട്ടിയിട്ടില്ല. അതേപോലെ അതിന് ഇപ്പൊ വേറെ കിട്ടുന്ന ഒരു ഭയപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ലിവിയാത്താൻ ഫിഷിനെ പോലെ തന്നെ സാമ്യമുണ്ട് ഈ ഡൂം സ്റ്റേ ഫിഷിന്. സിൽവർ നിറമുള്ള പാമ്പിനെ പോലെ ഭീകര രൂപമാണ് ഈ ഡൂം സ്റ്റേ ഫിഷിനുള്ളത്. ബാക്കിയുള്ള എല്ലാ മത്സ്യങ്ങളും ഹൊറിസോണ്ടലാണ് പോകുന്നതെങ്കിൽ ഈ മത്സ്യം മാത്രം വെർട്ടിക്കലി ആണ് പോകുന്നത്. അതേപോലെ ഇതിന്റെ ഭാരം വെച്ചാൽ 270 കിലോ വരെ ആവും. അതേപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് വെച്ചാൽ 30 to 57 വരെ അത്രയും നീളത്തിലാണ് ഇത് വളരുക. അതേപോലെ തന്നെ ഇത് 2010 ജപ്പാനിൽ ഇതേപോലെ ഡൂം സ്റ്റേ ഫിഷ് ഒന്നുകൂടി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറിച്ചുള്ള മോർ ഡീറ്റെയിൽസ് ആരാണ് നിങ്ങൾ വിക്കിപീഡിയയിലൊക്കെ പോയി നോക്കിയാൽ മതി. അതായത് കപ്പലിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഫിഷസിനെ കണ്ടു കിട്ടിയിട്ട് അതിലെ പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നെറ്റിൽ കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് ജപ്പാൻ പ്രദേശങ്ങളിലായതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെ ബേസ് ചെയ്ത് കുറെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് അവർ വിശ്വസിക്കുന്നത് കടൽ ദേവൻ ലോക അവസാനത്തിന്റെ ഒരു സൈൻ ആയിട്ടാണ് ഇത്തരത്തിലുള്ള മത്സ്യങ്ങളൊക്കെ ഭൂമിയിലോട്ട് അയക്കുന്നതെന്നാണ്. കാരണം 2011 അവിടെ ഇതുപോലെ ഒരു ഡൂം സ്റ്റേ ഫിഷിനെ കാണുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു സുനാമി എർത്ത് ഉണ്ടായി. ആൻഡ് അതിൽ പിന്നെ അവർ വിശ്വസിക്കുന്നത്, ഇപ്പോഴും ഈ ക്രിയേച്ചറിനെ ഭൂമിയിൽ കാണുമ്പോൾ അവർ വിശ്വസിക്കുന്നത് എന്തോ ലോകത്ത് ഭയങ്കര അപകടകരമായി സംഭവിക്കാൻ പോകുന്നതാണ്.
ആണ്. സോ അങ്ങനെയാണ് ജപ്പാൻ കോൺസെപ്റ്റുകളിലും ഇപ്പോഴും അവിടെയുള്ള ആൾക്കാർ അതുപോലെ തന്നെ ലൂസിഫറിന്റെ ഒരു കമ്പാനിയൻ ആയിട്ടും ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷേ സയൻസ് ഇതിനെപ്പറ്റി പറയുന്നത് കടലിന്റെ അടിയിലുള്ള എന്തെങ്കിലും ഒരു കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ കടലിന്റെ ഏറ്റവും അടിഭാഗത്തു നിന്ന് പുറത്തു വരുന്നതെന്നാണ്. അല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും സയൻസ് പറഞ്ഞിട്ടില്ല. ആൻഡ് അതാണ് ഈ ലേവിയത്താൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ഞങ്ങൾ ലിവ്യത്താനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേപോലെ ലിവ്യത്താനെ കുറിച്ചുള്ള മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വിക്കിപീഡിയയിലൊക്കെ പോയി നോക്കിയാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അറിയിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇതിന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് ഇട്ടോളൂ, ഞങ്ങൾ റിപ്ലൈ തന്നിരിക്കും. അതെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും.